കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കെ മുരളീധരൻ തോറ്റു എന്നത് വാസ്തവമാണ്. 3-ാം സ്ഥാനത്ത് എത്തി എന്നതും വാസ്തവമാണ്. ജയിച്ചത് സുരേഷ് ഗോപി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മണ്ടൻ പ്രസ്താവനകളിലൂടെ തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ ജനതയെ ഒന്നാകെ അപമാനിതരാക്കുന്നു എന്നതും വാസ്തവമാണെന്നും നമുക്കറിയാം. വി.എസ്. സുനിൽകുമാർ CPIയുടെ സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി, അദ്ദേഹം ജയിക്കുമെന്ന് ശുഭപ്രതീക്ഷയോടെ മത്സരിച്ചു. അദ്ദേഹം 2-ാം സ്ഥാനത്തെ ആയിപ്പോയി എന്ന കാര്യവും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ 5 പേജുള്ള ഒരു റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നു. കെ മുരളീധരൻ തോറ്റതിൻ്റെ കാരണക്കാർ ആരായിരുന്നു എന്നായിരുന്നു ആ പേജുകളിലെ വിശദീകരണം. കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തന്നെ KPCC ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. KC ജോസഫ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയെയാണ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചത്. അദ്ദേഹം വളരെ വേഗം തന്നെ സംഭവമൊക്കെ പഠിച്ചിട്ട് റിപ്പോർട്ട് KPCC അധ്യക്ഷൻ 5 പേർക്കാണ് കൈമാറിയത്. ഒന്നാർക്കാണ് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, KPCC അധ്യക്ഷൻ ശ്രീ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, UDF കൺവീനർ ശ്രീ MM ഹസൻ, മുൻ പ്രതിപക്ഷ നേതാവും AICC അംഗവുമായ രമേശ് ചെന്നിത്തല. അങ്ങനെ 5 പേർക്ക് KC ജോസഫ് ഈ പഠന റിപ്പോർട്ട്, അതായത് എന്തുകൊണ്ടാണ് കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ തോറ്റുപോയത്, 3-ാം സ്ഥാനത്തെത്തിയത് എന്ന് പഠിച്ചതിൻ്റെ ആ കമ്മിറ്റി റിപ്പോർട്ട് 5 പേർക്ക് കൊടുത്തു. ഇവരിത് പഠിച്ചിട്ട് എന്താണ് പോംവഴി, എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, ഇനി അവിടെ തൃശൂർ മണ്ഡലം കോൺഗ്രസ് പിടിക്കണമെങ്കിൽ എന്തൊക്കെ പോംവഴികൾ എടുക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണം, ഇനി ഒരു വീഴ്ച ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നൊക്കെ ഈ 5 പേരും ഈ റിപ്പോർട്ട് പഠിച്ചിട്ട് KPCCയിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച് തീരുമാനമെടുക്കണം. ഇതാണ് സ്വാഭാവികമായും നടക്കേണ്ടത്. എന്നാൽ ഇന്നലെ വന്ന ആ 5 പേജ് റിപ്പോർട്ട് കണ്ട ഉടനെ തന്നെ KC ജോസഫ് പ്രതികരണവുമായി രംഗത്തെത്തി. KC ജോസഫ് പറഞ്ഞു, ഈ 5 പേജും ഞാൻ എഴുതിയതല്ല, ഞങ്ങളുടെ കമ്മിറ്റി തയ്യാറാക്കിയതല്ല ഈ 5 പേജ്. ഈ 5 പേജിൽ ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഒരു വ്യക്തിയുടെയും പേര് എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാരാകും ഈ പേജ് റിപ്പോർട്ട് തയ്യാറാക്കിയത്? നമ്മുടെ EP ജയരാജൻ ഉണ്ടല്ലോ, സഖാവ് EP ജയരാജൻ്റെ ആത്മകഥാ ബോംബ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആത്മകഥാ ബോംബില്ലേ, അതുപോലെ ഈ ബോംബ് പൊട്ടിച്ചതാരാണ്? KC ജോസഫിൻ്റെ റിപ്പോർട്ട് എന്ന പേരിൽ ഈ ബോംബ് പൊട്ടിച്ചതാരാണ്? KPCC ബോംബ് പൊട്ടിച്ചതാരാണ്? അത് കണ്ടെത്തിയേ തീരൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പേരുകാരാണ്? TN പ്രതാപൻ, സിറ്റിംഗ് MP ആയിരുന്നു. സിറ്റിംഗ് MP ആയ TN പ്രതാപൻ 1.5 മാസം മുമ്പേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1.5 മാസം മുമ്പേ തന്നെ പറഞ്ഞു, താൻ ഇനി മത്സര രംഗത്തില്ല. ഇത് സുരേഷ് ഗോപിക്ക് ആക്കം കൂട്ടിക്കൊടുത്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പരാമർശം. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് KC ജോസഫ് തിരിച്ചു പറയുന്നു. പിന്നെ ആരാണ്? ജോസ് വള്ളൂർ, അതുപോലെ MP വിൻസെന്റ്, അനിൽ അക്കര, ഈ 4 പേരുടെ പേരുകളാണ് പരാമർശിക്കപ്പെട്ടത്. എന്നിട്ട് ഈ 4 പേരെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനം. ആ റിപ്പോർട്ടിൽ പറയുന്നത് KC ജോസഫ് പറയുന്നു, ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഈ 4 പേരുടെ പേര് പരാമർശിച്ചിട്ടില്ല, ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. ഞാൻ 5 പേർക്കാണ് റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. ആർക്കൊക്കെയാണത്? KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ, പിന്നെ ആർക്കാണ്? MM ഹസൻ, പിന്നെ രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ റിപ്പോർട്ട്, വ്യാജ റിപ്പോർട്ട് ആരായിരിക്കും പുറത്തുവിട്ടത്? ആർക്കായിരിക്കും ഈ ഗുണം? ഈ റിപ്പോർട്ട് ഇപ്പോൾ ചർച്ച ചെയ്താൽ ആർക്കായിരിക്കും ഗുണം വരിക? തീർച്ചയായിട്ടും VD സതീശന് തന്നെയായിരിക്കും ഗുണം വരിക. ഈ ചർച്ചയൊക്കെ വരുമ്പോൾ KPCC അധ്യക്ഷനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയൊക്കെ ആകും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. കാരണം KPCC അധ്യക്ഷൻ കയ്യിലാണല്ലോ ഇതിരിക്കുന്നത്, അധ്യക്ഷനാണല്ലോ ഇതിന് മറുപടിയൊക്കെ പറയേണ്ടത്. അപ്പോൾ അധ്യക്ഷൻ്റെ കയ്യിൽ നിന്നാകാം ഇത് ചോർന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്രായാധിക്യം, അദ്ദേഹത്തിന് ആരോഗ്യമില്ലായ്മ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി ആരുടെയെങ്കിലും വഴി ഇതങ്ങ് ചോർന്നതായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവ് കൊണ്ടോ ശുഷ്കാന്തി കുറവ് കൊണ്ടോ ചോർന്നതായിരിക്കാമെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞിട്ട് VD സതീശൻ തന്നെ തയ്യാറാക്കി വിട്ടുകൊടുത്തതായിരിക്കില്ലേ ഈ ബോംബ് എന്ന സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ അതുമാത്രമല്ല, VD സതീശൻ പറഞ്ഞില്ലേ, അക്കാര്യമൊക്കെ നിങ്ങൾ സുധാകരനോട് ചോദിക്കണം. ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ ആരോട് ചോദിക്കണം? സുധാകരനോട് ചോദിക്കണമെന്നൊരു മുൻകൂർ ജാമ്യവും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് ഈ ബോംബിന് പിന്നിലും VD സതീശൻ തന്നെയാണ്. കാരണം VD സതീശന് ഇത്തരം ഒരു ബോംബ് പൊട്ടിച്ചാൽ മാത്രമേ
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. KPCC-യിൽ ഇങ്ങനെയൊക്കെ നുണക്കഥകൾ പ്രചരിപ്പിച്ച് KPCC-യിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ കെ സുധാകരനും സംഘവും രമേശ് ചെന്നിത്തലയും സംഘവും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയാൽ മാത്രമേ VD സതീശന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ നുണ ബോംബ് പൊട്ടിച്ചതും VD സതീശന്റെ ക്യാമ്പാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. KC ജോസഫിനും അതേ സംശയം ഉണ്ടെന്നാണ് സൂചന. ഏതായാലും ഇങ്ങനെ ഒരു കാര്യം കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരാളുടെയും പേരെടുത്ത് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് KC ജോസഫ് ഉറപ്പിച്ചു പറയുമ്പോൾ, അങ്ങനെ പേരെടുത്ത് പരാമർശിച്ച് ഒരു വ്യാജ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് VD സതീശനാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണ്? കനകോലു തയ്യാറാക്കിയ 63 നിയോജക മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് താൻ തൻ്റെ ടീമിനെ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന വ്യാജേന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറഞ്ഞ് കയ്യടി നേടാൻ ശ്രമിച്ച വ്യക്തി കൂടിയല്ലേ VD സതീശൻ. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയൊരു നുണബോംബ് പൊട്ടിച്ചതിൻ്റെ പിന്നിലും VD സതീശൻ തന്നെയായിരിക്കും. മുൻകൂർ ജാമ്യം എടുത്ത സ്ഥിതിക്ക്, അതായത് കെ സുധാകരനോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിലും VD സതീശൻ തന്നെയായിരിക്കും. ഇങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ VD സതീശൻ ശ്രമിച്ചാൽ മാത്രമേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ മാത്രമേ VD സതീശന് അറിയുകയുള്ളൂ എന്ന് പൊതുവെ കോൺഗ്രസ്സുകാർക്കൊക്കെ അറിയാമെന്നിരിക്കെ VD സതീശൻ്റെ നേർക്ക് തന്നെയാണ് KC ജോസഫും വിരൽ ചൂണ്ടുന്നത്. എന്തു വന്നാലും നാണം കെട്ട ഒരു ഏർപ്പാടായിപ്പോയി. ഇങ്ങനെ സ്വയം തകർന്നടിയാൻ കോൺഗ്രസ് നിന്നുകൊടുക്കേണ്ട സമയമല്ല ഇത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയാതെ പോകുന്നതാണ് ഏറ്റവും ഖേദകരം.